ഹായ് ഗൈസ്, ഞാനാണ് അപ്പോൾ ഈ ഒരു ഫിലിമിൻ്റെ ഡയറക്ടർ, അതായത് ബ്ലഡ് ലൈൻ. ഇപ്പോൾ ഈ ബ്ലഡ് ലൈൻ്റെ ആശയം എൻ്റെ മനസ്സിൽ വന്നത് ഞാനും ജിതിനും പല സ്റ്റോറീസും കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ കുറേ കഥകൾ ഇങ്ങനെ അവൻ പറയാറുണ്ട്. അപ്പോൾ അവൻ ചിലതൊക്കെ നല്ലതല്ല എന്ന് പറയും, ചിലതൊക്കെ നന്നായിട്ടുണ്ടെന്ന് പറയും, ചിലത് നമുക്ക് ഇതൊക്കെ എങ്ങനെയൊക്കെ എടുക്കാമെന്നുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെ അവസാനം ഞാൻ എന്തോ ഇങ്ങനെ ഒരു സിമ്പിളായിട്ടൊരു രീതിയിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവനത് പെട്ടെന്ന് സ്ട്രൈക്ക് ആയി. അപ്പോൾ അവൻ പറഞ്ഞു, ഉറപ്പായും നമുക്കിത് ചെയ്യാം, ഇതെന്തായാലും ഒരുപാട്, അതായത് അവൻ്റെ ജീവിതത്തിൽ അവനെ ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഒരുപാട് സാധാരണക്കാരൻ്റെ ജീവിതത്തെ കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോറിയാണടാ, ഇതെന്തായാലും നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരും ഒത്തുചേർത്തുകൊണ്ട് ഈ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാമെന്നുള്ള പ്ലാൻ ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഫായിസ്, ഫാസിൽ, അബി ഈ 3 പേരെയും ഈ ഒരു കഥയുടെ ക്യാരക്ടേഴ്സാക്കി കൊണ്ടുവന്നത്. ഇവർ 3 പേരും അവരുടെ ക്യാരക്ടേഴ്സ് എല്ലാം വളരെ മികച്ചതായിട്ടാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് സ്ക്രീനിൽ തീർച്ചയായും കാണാനായിട്ട് സാധിക്കും. അതെനിക്ക് 100% കോൺഫിഡൻസ് ആണ് അവരുടെ ആക്ടിങ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ജിതിൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. അതുപോലെ തന്നെ അവനെ എൻ്റെ എല്ലാ കാര്യങ്ങളിലും അവൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും ഇതിലും എനിക്ക് അവനൊരു അസിസ്റ്റൻ്റായി വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലൊരു എഫേർട്ട്ലെസ് ആയിട്ട് തോന്നി. അത് തീരെ എഫേർട്ടില്ല എന്നല്ല, ഒരു എഫേർട്ട്ലെസ് ആയിട്ട് തോന്നി. കാരണം ഞാൻ സാധാരണ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളും അവന് ഞാൻ ഷെയർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അവൻ ഇപ്പോൾ ഏതെങ്കിലും ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ ക്യാമറയുടെ അടുത്തൊരു ആംഗിൾ സെറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും അവിടെ അടുത്തടുത്ത് പോയി പറയാമെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. കാരണം ഓൾറെഡി നമ്മൾ ഗിമ്മിലും ക്യാമറയൊക്കെ പിടിക്കുമ്പോൾ ഓൾറെഡി കുറേ വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ജിതിൻ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ജസ്റ്റ് ഒരു സൈൻ, എൻ്റെ മുഖത്തൊരു ചെറിയ ചേഞ്ച് വന്നാൽ പോലും അവന് പെട്ടെന്ന് മനസ്സിലായി, അവരുടെ അടുത്ത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ അസിസ്റ്റൻ്റ് ഡയറക്ടർ എന്ന മേഖലയിൽ കടന്നു വരുന്നത്. അതിൻ്റെ മെയിൻ മോട്ടിവേഷൻ അക്ബർ ആയിരുന്നു. അക്ബർ സാധാരണ കുറേ ഞങ്ങൾ കോൾ ചെയ്യുമ്പോൾ കുറേ കഥകൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യണം. അങ്ങനെ ഡിസ്കസ് ചെയ്ത് കുറേ കഥകൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റാത്ത കുറേ കഥകൾ അക്ബറിന് പറയണം. അങ്ങനെ പെട്ടെന്നൊരു ദിവസമായിരുന്നു അക്ബർ ഈ കഥ പറഞ്ഞത്. ഈ കഥ കേട്ട ഉടനെ എനിക്ക് വല്ലാത്തൊരു കണക്ഷൻ ഉണ്ട് എൻ്റെ ലൈഫുമായിട്ട്. കാരണം ഇതൊരു 20 വയസ്സ് അല്ലെങ്കിൽ 25 വയസ്സിനുള്ള ഒരാളുടെ ലൈഫിൽ നടക്കുന്ന ഒരു സ്റ്റോറി, സാധാരണ ഒരാളുടെ ലൈഫിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണത്. എൻ്റെ ലൈഫായിട്ട് കൂടുതൽ എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, അക്ബർ നമുക്ക് ചെയ്യാം, കാരണം നല്ല സ്റ്റോറിയാണ്, നമ്മളിതുവരെ ചെയ്തിട്ടില്ല, ഒരു ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ ഷോർട്ട് ഫിലിമിൻ്റെ ഒരു ഭാഗമാകുന്നത്. ഓരോ ഷോട്ട് എടുക്കുമ്പോഴും നമ്മൾ ഇപ്പോൾ റീടേക്ക് ചെയ്തുകൊണ്ടേയിരിക്കും ഓരോ ഷോട്ടും. ചിലപ്പോൾ ശരിയല്ലെങ്കിൽ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. അതിന് മെയിൻ മോട്ടിവേഷൻ എന്ന് പറയുന്നത് അക്ബറായിരുന്നു. കാരണം ഞങ്ങളിപ്പോൾ സപ്പോസ് ഒരു ഷോട്ട് ചെയ്തപ്പോൾ കറക്റ്റായെങ്കിൽ വീണ്ടും എന്തെങ്കിലും മോട്ടിവേഷൻ ഞങ്ങളെ അതിനെ ഒരു തയ്യാറാക്കുവാൻ. ഞാൻ കൂടുതലൊരു ക്യാൻവാസ് ഡ്രോയിങ് ഒക്കെ ഞാൻ ചെയ്യണമുണ്ട്. ഓരോ ഷോട്ട് കാണുമ്പോഴേക്കും ഒരു ക്യാൻവാസ് ഡ്രോയിങ് കാണുന്ന പോലെയായിരുന്നു. കാരണം എടുത്ത മേക്കിംഗ് ആണെങ്കിലും എടുത്ത സീനാണെങ്കിലും ഷോട്ടാണെങ്കിലും എല്ലാം അടിപൊളി, ഒരു നല്ലൊരു ക്യാൻവാസ് ഡ്രോയിങ് കാണുന്ന പോലെയായിരുന്നു കണ്ടത്. അതിൽ ഓരോ സീനും അക്ബർ ഓരോ സീനും ഇങ്ങനെ എടുത്തതിന് ശേഷം ഞാൻ ക്യാമറ ചെക്ക് ചെയ്യും. അപ്പോൾ വല്ലാത്തൊരു ഭംഗിയായിരുന്നു ആ സ്ക്രീനുണ്ടായിരുന്ന. പിന്നെ ഓരോ സീൻ എടുക്കുമ്പോൾ ഞങ്ങൾ നല്ലപോലെ കഷ്ടപ്പാടുണ്ടായിരുന്നു, നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ ഓരോ സീനും മേക്ക് ചെയ്തെടുത്തത്. അതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു രാവിലത്തെ ഒരു സീനാണെങ്കിൽ നമ്മൾ 6 മണിക്കുള്ള സീനാണെങ്കിൽ നമ്മൾ കൃത്യം അതേ 6 മണിക്ക് ഞങ്ങൾ അവിടെ വന്ന് എല്ലാം സെറ്റ് ചെയ്ത് നല്ല അതേപോലെ ഇപ്പോൾ 6 മണിൻ്റെ ഒരു കാലാവസ്ഥ പോലെ കൃത്യമായിട്ട് വേണമെന്ന് ഞങ്ങൾ നിർബന്ധമായിരുന്നു അക്ബറിനും. അപ്പോൾ ഞങ്ങൾ അതേപോലെ തന്നെ മേക്ക് ചെയ്ത് എല്ലാം ടൈമിന് എല്ലാം കറക്റ്റാക്കി നല്ല പക്കയായിട്ടായിരുന്നു ഞങ്ങൾ ചെയ്തത്. പിന്നെ ഇത് നമുക്ക് ഉച്ചയ്ക്ക് രാവിലെ എപ്പോഴാണ് എടുക്കായിരുന്നു, എഡിറ്റിങ് കളർ കറക്ഷനൊക്കെ ചെയ്ത് എടുക്കുന്നത്. പക്ഷേ വേണ്ട, ഒരു ഒറിജിനലായിട്ടായിട്ട് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരണം പറഞ്ഞാണ് ഞങ്ങൾ ഇത്രയും ഹാർഡ് വർക്ക് എടുത്തിട്ട് ചെയ്തത്. 2 മാസമായിട്ട് അതിൻ്റെ എഡിറ്റിങ്ങിന് പുറകിലായിരുന്നു, സന്ദീപായിരുന്നു അതിൻ്റെ എഡിറ്റിങ്. പിന്നെ ഞാൻ എഡിറ്റിംഗ് റൂമിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ഷോർട്ട് ഫിലിമിൽ കരുതുന്നതോടെ ഞാൻ കണ്ടു. പിന്നെ അക്ബറായിരുന്നു കൂടുതലും സന്ദീപ് എടുത്ത് കമ്മ്യൂണിക്കേഷൻ ചെയ്തും വീഡിയോ എഡിറ്റിങ്ങിന് കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എഡിറ്റിംഗ് റൂമിൽ പോയില്ല എന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ ചെയ്ത ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് ഏറ്റവും അവസാനം ഔട്ട്പുട്ട് മാത്രം ഞാൻ കണ്ടാൽ മതി എന്നാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത്. ഈ ഡിഡ് എ ഗ്രേറ്റ് ജോബ് എന്ന് തന്നെ പറയാം. അവനത് ബെസ്റ്റായിട്ട് തന്നെ അവൻ്റെ ആ ഒരു പരിപാടി, അവരുടെ പണി അവൻ വൃത്തിയായിട്ട് തന്നെ ചെയ്തു. പിന്നെ ഫായിസ് ആണ് ഇതിലെ മെയിൻ ക്യാരക്ടർ. ഫായിസ് എന്നുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരുപാട് ഇമോഷനിലൂടെ കടന്നു പോകുന്നൊരു ഇതാണ്, ഫസ്റ്റ് മുതൽ അവസാനം വരെ. അതായത് ഒരു സക്സസ് എന്നില്ലെങ്കിൽ ഒരു പ്രതീക്ഷ വെച്ച് ജീവിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും എന്താ പറയുക, ഒരു സിംബോളിഫൈ ചെയ്യുന്നൊരു ക്യാരക്ടറാണ് ഫായിസിൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫായിസ് അത് വളരെ മികച്ചതായി തന്നെ അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഒരുപാട് സീനുകളിൽ ഞങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് പോലും നമ്മുടെ ചുറ്റുമുള്ള ക്രൂ മെമ്പേഴ്സ് എല്ലാം വളരെയധികം എന്താ പറയുക, ഇമോഷണലി എന്താ പറയുക, കുറച്ച് സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഓരോ സീനുകൾ നമ്മൾ എടുക്കുന്ന സമയത്തൊക്കെ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിലും അത് ബെസ്റ്റായിട്ട് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത് സന്ദീപാണ്. ഇപ്പോൾ ഇത്ര ഷോർട്ട് ഫിലിം എടുത്തിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ചെയ്തതിൽ വെച്ച് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഷോർട്ട് ഫിലിം. അതെങ്ങനെയാ വെച്ചാൽ ഇപ്പോൾ എല്ലാ രീതിയിലും ഇത്തിരി കഷ്ടമുള്ള രീതിയിലാണ്.
ഇപ്പോൾ ഡയറക്ഷൻ വൈസും ക്യാമറ വൈസും ആക്ടിങ് വൈസും. അതുകൊണ്ട് നമുക്കും ഇത്തിരി ഒരു റെസ്പോൺസിബിലിറ്റി കൂടുതലാണ് ഇതിൽ ചെയ്യാൻ. ഇപ്പോൾ എൻ്റെ എഫേർട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഇതെന്താ പറയുക, ഇപ്പോൾ ഒരുപാട് ലാഗ് അടിപ്പിക്കാണ്ട് നിങ്ങളെ കുറച്ചുകൂടി എൻഗേജിങ് ആയിട്ട് ഇത് നിങ്ങൾക്ക് എത്തിക്കാം. ആ മെസ്സേജ് എന്താണോ ഡയറക്ടർ ഉദ്ദേശിച്ചത് ആ മെസ്സേജ് നിങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി. അതോ നിങ്ങൾക്ക് ഒരുപാട് ബോറടിപ്പിക്കാതെ കുറച്ച് എന്താ പറയുക കുറച്ച് എൻഗേജിങ് ആയിട്ട് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ പണി. അത് ഞാൻ കൃത്യമായി ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കിയുള്ളത് നിങ്ങൾ ഷോർട്ട് ഫിലിം കണ്ടിട്ട് പറയുക, എങ്ങനെ ഉണ്ടായിരുന്നു എഡിറ്റിങ്ങിനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് നിങ്ങൾ ഷോർട്ട് ഫിലിം ഇറങ്ങി കഴിഞ്ഞിട്ട് പറയുക. ഓക്കെ. ഇതിലെ സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു. കാരണം നമുക്ക് ടൈം എന്ന് പറയുന്നത് വളരെയധികം നോക്കി ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. കാരണം ഇപ്പോൾ ഒരു പുലർച്ചെ ഒരു 6 മണിക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു ലൈറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മളൊരു 6 മണിക്കോ അല്ലെങ്കിൽ രാവിലെ ഒരു 10 മണിക്കൊക്കെ എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിലെ ഒരു എന്താ പറയുക പല ടൈമിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിങ്സ് എല്ലാം നമ്മളിപ്പോൾ പുലർച്ചെ ആണെന്നുണ്ടെങ്കിലും കറക്റ്റ് ആ ടൈമിൽ തന്നെ കൃത്യമായിട്ട് ടൈം ഒരു 6 മണി എന്ന് പറഞ്ഞാൽ ആ ഒരു 6:15 5:45 ഇതിനിടയിൽ തന്നെ നമ്മളെല്ലാ സീനും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ മാത്രം വിചാരിച്ചാൽ പോരാ, നമ്മുടെ ക്രൂമേഴ്സ് എല്ലാവരും നമ്മുടെ ഇതിലുള്ള എല്ലാ മെമ്പേഴ്സും വിചാരിക്കണം. അപ്പോൾ എല്ലാവരുടെയും ഒരു ഒത്തുചേർന്നാണ് നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടാക്കിയെടുത്തുള്ളത്. പിന്നെ ഇതിൽ റൈറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇതൊരു വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നിക്കണം. കാണുന്ന പ്രേക്ഷകർക്ക് ഒരിക്കലും ഒരു ആർട്ടിഫിഷ്യാലിറ്റി അഭിനയത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഓരോ സീൻ്റെ ഡയലോഗിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത് എന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അതിൽ നീതി പുലർത്തിയെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഈ ഒരു ഷോർട്ട് ഫിലിം കഴിഞ്ഞതിനേക്കാളും മികച്ചതായി ചെയ്യാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ സ്റ്റണ്ട് ഷൂട്ട് ചെയ്തത് ഞങ്ങൾ ഓവർനൈറ്റ് 1 മണി 12 മണി ആ ടൈമിലാണ് ചന്ദ്രനഗർ സർവീസ് റൂട്ടിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ യാത്രക്കാരായാലും അവർ വന്നിങ്ങനെ ചോദിക്കേണ്ടത് എന്താ സംഭവം കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കേണ്ടത്. എന്താ പറഞ്ഞാൽ ഈ സ്റ്റണ്ട് ഷൂട്ടിന് മുന്നേ ഒരു സീൻ ചെയ്തിട്ടുണ്ട്, അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ സീനിലാണ് കുറച്ച് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായത്. എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആ ടൈമിൽ ക്യാമറ കുറച്ച് ലോങ് വെച്ചിട്ടായിരുന്നു ഷൂട്ട് ചെയ്തത്. അപ്പോൾ അത് ആ സീൻ എന്താണെന്ന് പറയാൻ പറ്റില്ല. അത് അത്രയും റിയലിസ്റ്റിക് ആയതുകൊണ്ട് എന്താ പറയുക യാത്രക്കാരൊക്കെ ഇറങ്ങി വന്ന് എന്താ സംഭവം എന്ന് ചോദിക്കും. കുറേ പേര് ചീത്ത പറയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ വേറെ കുറേ പേര് സംഭവം സിറ്റുവേഷൻ മനസ്സിലാക്കി ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ഒരുപാട് നന്ദി. പിന്നെ അതിന് ശേഷം പോലീസ് വന്നു, അവരോട് പെർമിഷനൊക്കെ എടുത്തിട്ടാണ് പിന്നീട് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതാണ് പിന്നെ അതൊരു ഭയങ്കര ടയേർഡായി. ഞങ്ങൾ ആ ദിവസം രാവിലെ 9 മണി തൊട്ട് തുടങ്ങിയ ഷൂട്ടാണ്. ഞങ്ങൾക്ക് ആ ദിവസം തന്നെ ഏകദേശം എല്ലാം പൂർത്തിയാകണം എന്നിട്ട് തന്നെയായിരുന്നു. പിന്നെ വീട്ടിൽ പോലും പോകാതെ അത്ര ടൈമായിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. പിന്നെ സ്റ്റണ്ട് എന്ന് പറയുന്നത് വലിയ മാസ് സ്റ്റണ്ട് സീനൊന്നുമില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു സോളുണ്ട്. ആ ഒരു ഇമോഷൻസ് വരുന്ന ഒരു സ്റ്റണ്ടിന് വേണം, ഭയങ്കര മാസ്സാക്കണ്ട കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റണ്ടാണ്. പിന്നെ കാഴ്ചക്കാരുടെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കുറച്ച് റിയലിസ്റ്റിക് അല്ലാത്ത രീതിയിലും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞങ്ങളുടെ ബെസ്റ്റ് ഞങ്ങൾ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റോറിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്ക്രിപ്റ്റ്, സ്റ്റോറി, ഡയറക്റ്റിംഗ് ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ അക്ബർ ചെയ്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള ഓരോ ക്ലിപ്പുകളും ഞാൻ എന്താ പറയുക സന്ദീപ് എഡിറ്ററിനെ മനസ്സിൽ കണ്ടിട്ട് തന്നെയാണ് അവനിത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്, അവന് ഏത് രീതിയിലുള്ള ആംഗിൾസൊക്കെ അവന് ആവശ്യം വരും ഒരു ഷോർട്ട് ഫിലിം ആകുമ്പോൾ എന്നുള്ള മനസ്സിൽ കണ്ട് പല ആംഗിൾസും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും ഒരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ എന്താ പറയുക അഭിനയിച്ച ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. എല്ലാം കൃത്യമായിരുന്നു. പിന്നെ ജിതിനും അവൻ്റെ ബെസ്റ്റായിട്ട് അവനത് കാര്യങ്ങളൊക്കെ നോക്കണം, കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് എഡിറ്റർ സന്ദീപിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവനെന്നും ഒരു എന്താ പറയുക വളരെ കാമായിട്ട് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അവൻ്റെ വർക്ക് ഞാൻ എന്നും ഇപ്പോൾ ഒരു എന്താ പറയുക എഡിറ്റിംഗ് റൂമിൽ രാവിലെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ രാത്രി ആവുന്നത് പോലും അറിയില്ല. ഞങ്ങളിങ്ങനെ കുറേ കാര്യങ്ങൾ സിനിമയെക്കുറിച്ച് സംസാരിക്കും, എൻ്റെ ഐഡിയ കുറേ ഷെയർ ചെയ്യും, അവൻ്റെ ഐഡിയകൾ ഷെയർ ചെയ്യും. ഇത് ചെയ്ത് ശരിയാവില്ല, അത് ചെയ്ത് ശരിയാവും എന്ന് പറഞ്ഞുള്ളൊരു കോൺവെർസേഷനിൽ അവസാനം ഞങ്ങളൊരു ഫൈനലായിട്ട് ഒന്ന് ഡിസൈഡ് ചെയ്യും. ഇപ്പോഴുള്ള ടെക്നിക്കൽ വശങ്ങളൊക്കെ വളരെയധികം അഡ്വാൻസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സഹായത്തിൽ ഞങ്ങൾ ഒരുപാട് സീനും കാര്യങ്ങളൊക്കെ എന്താ പറയുക ഒന്ന് റീസ്ട്രക്ചർ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ എന്താ പറയുക മെയിൻ ക്യാരക്ടേഴ്സ് അല്ലെങ്കിലും ചെറിയ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരുപാടില്ല, കുറച്ച് പേരുണ്ട്. അതിലൊരാളാണ് ഷാറൂഖ് എന്ന് പറയുന്നത്. ഷാറൂഖ് ഞങ്ങളെ എന്താ പറയുക ഭയങ്കരധികം സപ്പോർട്ട് ചെയ്തൊരു ബ്രദറായിട്ട് ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവൈലബിൾ ആക്കി തരികയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഷാറൂഖിന് ഒരു ബിഗ് താങ്ക്സ് ഈ ഒരു സമയത്തിൽ ഞാൻ പറയുന്നു. അതുപോലെ തന്നെ ഇതിൽ മ്യൂസിക് ചെയ്തിട്ടുള്ളത് അഭിജിത്താണ്.
അഭിജിത്തിൻ്റെ മ്യൂസിക് എന്നൊക്കെ പറയുന്നത് ഒരുപാട് വോ ഫാക്ടർ ഉണ്ടാക്കിയിട്ടുള്ളൊരു ആളാണ് അഭിജിത്ത്. കാരണം ഞാനൊരു സീന് പറയുമ്പോൾ അവനൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും. അക്ബർക്ക് ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞിങ്ങനെ അവൻ ആലോചിക്കും. അങ്ങനെ ആലോചിച്ച് അവനൊരു എന്താ പറയുക ഒരു 3-4 മ്യൂസിക് 5 മ്യൂസിക് ഉണ്ടാക്കാൻ അവരൊരു 6-7 ദിവസം വളരെയധികം ചെയ്ത് ഒരു 1 മിനിറ്റിനൊക്കെ ലെങ്ത്തേ ഉള്ളൂ. നമുക്കിത് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനത് പെട്ടെന്ന് ഒരിക്കലും ചെയ്യില്ല. കാരണം ഓരോ മിനിറ്റും അവന് വളരെയധികം ഡീറ്റെയിൽഡായി ശ്രദ്ധിച്ച് ചെയ്ത് അവൻ്റെ മ്യൂസിക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സീനിൻ്റെ ഇമ്പാക്റ്റ് കൂട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നെക്സ്റ്റ് സൗണ്ട് ഡിസൈനിങ്ങിനെ കുറിച്ചാണ്. സൗണ്ട് ഡിസൈനിങ് ഇർഫാനാണ് ചെയ്തിട്ടുള്ളത്. സൗണ്ട് ഡിസൈനിങ്ങിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക സൗണ്ട് കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയി തോന്നിക്കണം എന്നുള്ളൊരു നിർബന്ധം ഇത്തവണ ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ തവണ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ ബൈക്കിൻ്റെയൊക്കെ സൗണ്ട് മെയിനായിട്ട് ആ വണ്ടിയുടെ സൗണ്ടും നമ്മൾ യൂസ് ചെയ്യുന്ന സൗണ്ട് എഫക്ട്സും ആയിട്ട് ഒരിക്കലും മാച്ച് ആവുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് അത്യാവശ്യം എഫേർട്ട് ചെയ്ത് ഞങ്ങൾ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ക്വാളിറ്റിയും ഇതിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കൂടുതലായിട്ടുള്ള അവകാശപ്പെടലൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഷോർട്ട് ഫിലിം കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനുള്ള കാരണങ്ങളും അഭിപ്രായങ്ങളും എല്ലാം ഞങ്ങളുടെ ഇമെയിലിലോ അറിയിക്കാവുന്നതാണ്. ജൂൺ 7-ാം തീയതി വെള്ളിയാഴ്ച 7 മണിക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇൻകോട്ട് സ്റ്റോറീസ് എന്നുള്ള യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും കണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഞങ്ങൾ ഒരിക്കലും ഇതൊരു ഹാർഡ് വർക്കാണെന്ന് പറയില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കിതൊരു ഹാർഡ് വർക്കല്ല, ഇത് ഞങ്ങളുടെ പാഷനാണ്. അപ്പോൾ ഞങ്ങളിത് എല്ലാ ഈ ഹാർഡ് വർക്കായി ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഞങ്ങളത് എന്താ പറയുക എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ എല്ലാ ക്രൂ മെമ്പേഴ്സ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ താങ്ക് യു.